ഞാൻ പല സ്ഥലങ്ങളിൽ ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടെ എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ സ്റ്റെപ്പ് കാലിൽ വെച്ചപ്പോൾ തന്നെ എർത്തടിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ എർത്തടി എനിക്ക് ഇവിടുന്ന് പോകുന്ന വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാനിവിടെ വന്നത് എൻ്റെ ജീവിതകുമാരൻ ഭയങ്കര മധുരയാണ്. മകനാണെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയാണെങ്കിൽ പോലും വിശ്വാസം കുറവായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കൊരു അനുഭവം ഒന്നും തരണം, എന്റെ മോന് വലിയൊരു അനുഭവം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ അവന് ഭയങ്കര അസ്വസ്ഥയായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് മുമ്പിൽ വന്നിരിക്കാൻ പറഞ്ഞു. അവിടെ അവൻ അസ്വസ്ഥയായിട്ടിരുന്നപ്പോ അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ ബ്രദറിനോട് നമ്മൾ ഭയങ്കര അസ്വസ്ഥനായിട്ടാണ് ഇരിക്കുന്നത്. ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല, അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ കഴിഞ്ഞപ്പോ അപ്പൊ ബ്രദറിനോട് ഒത്തിരി ഹൃദയത്തിന്റെ മുൻപിൽ പോയി മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. അവനവിടെ മുട്ടുകുത്തി നിന്നു. അതിനുശേഷമാണ് നമുക്ക് ചവിട്ടിക്കൂട്ട് അവനൊരു ശുശ്രൂഷയുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയായിട്ട് പിന്നെ അവന് താഴേക്ക് നിർത്തി. എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പോയി എനിക്കിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എന്നൊരു പ്രാർത്ഥന മുറിയുണ്ട്. ആ മുറിയിൽ ഞാൻ പുറത്താണ് നിന്നത്. കാരണം അവിടെ മധ്യസ്ഥ പ്രാർത്ഥന വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കയറാവുന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പൊ ഞാനത് അവിടെ പുറത്താണ് നിന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അതിനോട് പറഞ്ഞ ഒരു മകളുണ്ട്, ഇവിടെ പ്രേക്ഷിതയായിട്ട് നിൽക്കുന്നതാണ്. ആ മകളോട് പറഞ്ഞു മുറിയിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ കയറി മുട്ടുകുത്തി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു തിരുവോസ്തി വിളിച്ചു വരിക്കുന്ന അതിൻ്റെ അവിടെ താഴെ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട്, അടിയിൽ എന്തോ ഉണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മുട്ടുകുത്തിപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് നെറ്റിൽ വിരിച്ചിരിക്കുന്നതാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോണതിന് മുൻപ് എന്റെ മകന് രക്താഭിഷേകം കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റോളം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം അവനോട് ചെന്ന് പറഞ്ഞു, നീ ആ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പോയി കിടക്കാവെന്ന് പറഞ്ഞു. ഇവൻ അവിടെ വന്ന് മുട്ടുകുത്തിപ്പോ ഈ അനു എന്നെ പറഞ്ഞു, മോനെ നീ അവിടെ മുട്ടുകുത്തിടാന്ന് പറഞ്ഞ് ഇവനും ആ നെറ്റിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ തന്നെ അവന്റെ കാലില് രക്താഭിഷേകം. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ബ്രദർ പറയും മുല്ലപ്പൂവിന്റെ ഭയങ്കര മണം വരുന്നു, കുറെ പേർക്കൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കപ്പോ വരുന്നത് രക്തത്തിന്റെ മണമാണ്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ഞാൻ തെറ്റിദ്ധരിച്ചായിരുന്നു. കാരണം അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും പീരിയഡ്സ് ആയിട്ട് അതിന്റെ സ്മെല്ലെങ്ങാനായിരിക്കും, അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, എനിക്ക് മുല്ലപ്പൂവിന്റെ സ്മെല്ല് കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് തലേ ദിവസം ധ്യാനം തീരുന്നതിന്റെ തലേ ദിവസം ഇവിടെ ബ്രദർ പറഞ്ഞു, സംസാരിക്കാത്ത ഒരു സഹോദരനെ പറ്റി പറഞ്ഞു സംസാരിച്ചു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനുള്ളപ്പോൾ തന്നെയാണ് എന്നെ പറഞ്ഞ പരിസരത്തെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ചൊല്ലിപ്പിച്ചു. അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മുല്ലപ്പൂവിന്റെ സ്മെല്ല് എനിക്ക് കിട്ടി. ഒരുപാട് ധ്യാനം തീരുന്ന അന്ന് നമ്മുടെ മാതാവിനെ പ്രദക്ഷിണം വെച്ചിട്ട് നൃത്തം ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ സമയത്ത് എനിക്ക് നല്ല മുല്ലപ്പൂവിന്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് എൻ്റെ ഈ കൊന്ത എടുത്ത സമയത്ത് ഈ കൊന്തയ്ക്കും എനിക്ക് നല്ല മുല്ലപ്പൂവിന്റെ സ്മെല്ലാണ് കിട്ടിയിരുന്നത്. യേശുവിനെ നന്ദി, യേശുവേ സ്തുതി.